അതെ, അങ്ങാടിയിലെ വില തിരക്കിട്ട് തന്നെയാ ഞാൻ സംസാരിക്കണേ. ആ അതെ, 1 റുപ്യ 20 പൈസ ഉണ്ട്. 90 പൈസ തന്റെ കണക്കല്ലേ ചങ്ങായി. ആ പിന്നെ 60 മൂട് ജാതിമരം നിപ്പുണ്ട്. എത്ര കായുണ്ടാവുന്ന പറയാൻ എനിക്കിപ്പോ ഗണിതം വശമില്ല. ആ അത്രക്കൊക്കെ ഉണ്ടാവും. 1 പൊടിക്ക് മേലെയാണെങ്കിലേ ഉള്ളൂ. എനിക്ക് നിർബന്ധമില്ലെന്നേ. ഞാൻ പറഞ്ഞ വിലക്കാണെങ്കി വന്ന് നോക്കിയാ മതി. ഇല്ലാണ്ട് വെറുതെ എന്തിനാ വണ്ടിക്കൂലി കളയണേ? ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞ തീയതിക്ക് വന്നില്ലാച്ചാ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉവ്വ, ഞാൻ വേറെ ആളെ നോക്കും. ആ ശരി ശരി, ആയിക്കോട്ടെ. കുളിക്കണ്ട, കണക്കും കൂട്ടിയിരുന്നോളൂ. കൊള്ളം ഒന്ന് തണുത്തോട്ടെ. ഇപ്പൊ കൂടി വെയിലിന്റെ ചൂടാറിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്തിരി ശുദ്ധവും വൃത്തിയായിട്ടൊന്ന് കുളിക്കാന്നുള്ളത് എന്റെ കുട്ടിക്ക് പറഞ്ഞിട്ടില്ലല്ലോ. കുളിക്കാന്ന് പറഞ്ഞാ ഞാൻ ഇപ്പഴല്ലേ കളത്തിൽ ഇങ്ങോട്ട് വന്നുള്ളൂ. അതെന്നെ പറഞ്ഞേ. അത് തന്നെ ഞാനും പറഞ്ഞ. ആരാത് ഈ നേരത്ത്? ഋഷിയാ? ഹാവൂ, വന്നൂല്ലോ. ഇനിയിപ്പോ ഉടനെ കുളി നടന്നോലെ അല്ലേ? കിട്ടിയായിരുന്നോ? കിട്ടിയെന്റെ ഇഷ്ടാ. ആ പെരിച്ചാഴിയുടെ അടുത്തുനിന്ന് ഒരു സാധനം റിപ്പയർ ചെയ്ത് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ചില്ലറയല്ല. തനിക്ക് വേറെ ഒരാളെയും കിട്ടില്ലേ പണിക്ക്? അയാളെ പറഞ്ഞിട്ടെന്താ? ഈ കുന്തരാണ്ടം നിലയിട്ട് ഇപ്പൊ എത്രാമത്തെ തവണ റിപ്പയർ? 8ഓ 9ഓ? ടിപ്പായി. ഇനി ഇവനം കിടന്ന് ഓടിക്കോളൂ. 8-8.5 മാസത്തേക്ക് കണ്ണുടച്ചങ്ങ് ഓടിക്കോളൂ. എന്തിനാ 8 9 ആക്കിക്കൂടെ? ഒരു സംശയം ചോദിച്ചാൽ ഋഷി നീ നേര് പറയൂ. ചേച്ചി ചോദിക്കും. ഈ പൊളി സാധനം ടൗണിലേക്ക് കെട്ടി വലിച്ചോണ്ട് പോണതിനും തിരിച്ചു കൊണ്ടുവരുന്നതിനും നീ ചാർജ് ചെയ്യുന്നില്ലേ? ചാർജ് ചെയ്യാന്ന് പറഞ്ഞ പൈസ വാങ്ങുക, അതന്നെ. എന്ത് ഹേ? കൃത്യമായിട്ട് അങ്ങോട്ട് എണ്ണി വാങ്ങിയിട്ടാ സാറി ഗതാഗതം നടത്തണേ. അങ്ങോട്ട് കൊണ്ടുപോകാൻ 5ഉം തിരിച്ചു കൊണ്ടുതരാൻ 6ഉം. കൃത്യം 11 റുപ്യയിലെ ട്രാൻസ്പോർട്ടേഷൻ. ഇവൻ ആരാ മോന്നാ ചെയ്തിട്ട് ധാരണ? അരക്കന്റെ ഉസ്താദാ. 11 റുപ്യക്ക് ചുമടെടുക്കണേ? കഷ്ടം. മൺവെട്ടിക്ക് കൂട്ട് പിക്കാസ്. എങ്ങനെയുണ്ടോ പുതിയ ബിസിനസ് ഒക്കെ? നേട്ടാൻ തോന്നുന്നു. നേട്ടം പറയാണ്ടിരിക്കാ ഭേദം. ചുറ്റുവട്ടത്ത് എവിടെങ്കിലും ഒരു ബൾബ ഫീസായ കടയൊരു കച്ചവടം ഉണ്ടാവും. വയറും കേബിളും മറ്റു മാരണങ്ങളും എല്ലാം വാങ്ങിയ മാതിരി തന്നെ ഉണ്ട്. തുരുമ്പിക്കാണ്ടിരുന്നാ മതിയായിരുന്നു. തുരുമ്പിക്കാണ്ടിരിക്കണല്ലേ? അതിനെതിരെ പണിയുണ്ടേ. താനാ റോഡറുമ്പത്ത് സിംഹാസനം പോലത്തെ ഒരു കസേരമേലിരുന്ന് ചെയ്യണ പണി എന്താണെന്ന് എനിക്കറിയാം. ഇളനീർ. റോഡേ പോണ പാരലിൽ പള്ളികളെ നോക്കിയിരുന്നേ ഇളനീർ. താൻ പറഞ്ഞാലും നേരില്ലാതില്ല എന്റെ ഇഷ്ട. അവിടെ ഇരുന്നാ വല്ല നല്ല കാഴ്ചകളെങ്കിലും കാണാം. അതും അവിടെ കുത്തിയിരിക്കുന്നതിനൊരു കാരണമാ. ഇവിടെ കുഗ്രാമത്തിൽ എന്ത് കാണാനാ? കുഴിമ്പ്രം പടിഞ്ഞാട്ടേലെ കുഞ്ഞാന്നും പറഞ്ഞ കുഴിയാനും മാതിരി കഴിയാം. മണ്ണാർത്തടിലെ തമ്പുരാന്റെ മോനാന്നും കൊഴിച്ചോണ്ട് താൻ കഴിയണ പോലെ. പിന്നെ ചില ആലോചനകളൊക്കെ വന്ന് മുട്ടിത്തിരുന്ന ടൈമല്ലേ? എന്താ ജോലിയെന്ന് ചോദിച്ചാ ടൗണി ബിസിനസ്സാന്ന് പറയാനൊരു പഴുതായല്ലോ. ആനയും കാണാം, അപ്പിയിടാന്ന് പറയണ പോലെ. പക്ഷെ ഇപ്പൊ കേട്ടിടം വെച്ച് കാണല് മാത്രമല്ലെന്നാ തോന്നണേ. അപ്പിയിടല് കഷ്ടിയാ. മഹാലക്ഷ്മി അങ്ങനാ. നേരെ ചങ്ങാതി, ടൗണിൽ ഓരോ ആമ്പിള്ളാര് കാട്ടിക്കൂട്ടണ വിക്രസുകൾ കാണണം. അതോ ഇത്ര പോന്ന കുട്ടികള്? ടൗണിന്റെ കാര്യം എന്തിനാ പറയണേ? താൻ ഈ ആഴ്ചയിൽ ഒരിക്കൽ പറഞ്ഞുകൊണ്ട് അറിയുന്നില്ല. ഇവിടെ എന്താ പൂരെന്ന കൂടികളിരുന്നേ അവറ്റകളുടെ എക്സ്പീരിയൻസ് പറയണ കേൾക്കണം. എക്സ്പീരിയൻസ് ശരിക്കും ഉള്ളത് ഞെട്ടും. നമുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതിന്റെ ഇഷ്ടാ. ചെയ്തോ? ചെയ്യണ്ടെന്ന് ആരാ പറഞ്ഞേ? നിന്റെ വീട്ടിന്റെ തൊട്ടപ്പുറത്തല്ലേ ആ ത്രേസ്യ ജോസിന്റെ വീട്? അയ്യേ, എന്തയ്യേ? അവളാ ഇപ്പൊ നാട്ടിലെ ക്ലിയോപാട്ര, ഇവിടുത്തെ ഇപ്പോഴത്തെ കോലക്കുയിൽ. അതെയോ? അതേന്നെ. നാട്ടിലെ ആൺകുട്ടികൾ മുഴുവൻ അവളുടെ പിന്നാലെയല്ലേ. ഇടയ്ക്ക് അവള് ടൗണിൽ വന്ന് വിലസാറുണ്ടെന്നാ കേക്കണേ. അന്വേഷിച്ച് കാറുകൾ വരലോ, കാറിൽ പോകലോ എന്തൊക്കെയോ പറഞ്ഞ് കേക്കണുണ്ട്. അയലുകാരി കുട്ടിയല്ലേ, ഒന്നും മുട്ടി നോക്കിക്കടോ. എന്താ നഷ്ടം? നാട്ടിൽ നാറാൻ പാടില്ല. ഇവിടെ നമുക്ക് രണ്ടാക്കും ഒരു സ്റ്റാറ്റസ് ഉള്ള കളഞ്ഞു വിളിച്ചാ പിന്നെ എവിടെ പോയിട്ടാ നിൽക്കാൻ പറ്റുക? അതൊക്കെ വളരെ കരുതി നിന്നില്ലെങ്കിലേ ആകെ തരാറാവും. ഈ കണക്കിന് താൻ കോൺസ്റ്റിപ്പേഷൻ പിടിച്ച് ചാവുകയേ ഉള്ളൂ. താനും
അതെ, ഈ ദേവി ഇലക്ട്രിക്കൽസ് എവിടെയാണ്? ദാ അങ്ങനെ പോയാ മതി. അങ്ങനെയാ? കണ്ടുപിടിച്ചു. തന്റെ കട കണ്ടുപിടിക്കാൻ ഇത്തിരി പാടന്നെ. 100 ആളോട് ചോദിക്കണം. താനിവിടെ എന്താപ്പോ? എന്താ ചൂട്. ജോസേ 2 ചായ. ചായ ഒന്നും വേണ്ട, പോയിട്ട് ധൃതിയുണ്ട്. അതിനിങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ. എന്ന് വെച്ചിട്ട് ധൃതി വല്ലെന്നുണ്ടോ? സ്റ്റൈലായിട്ടുണ്ടല്ലോ എന്റെ കച്ചവടം. വല്ലാത്ത കെട്ടിമാറാപ്പണല്ലോ. അല്ല, എന്താ ഇപ്പൊ സംഗതി? സംഗതി ഒരാട്ടിന്റെ തല വാങ്ങണം. അമ്മയ്ക്കൊരു സൂപ്പ് വയ്ക്കാൻ. ഈ വാദത്തിന്റെ ശല്യമല്ലാതെ ഇവിടെ ആവുമ്പോ നാട്ടിലെ പോലല്ല, സാധനം ഫ്രഷ് ആയിട്ട് കിട്ടും. പിന്നെ പോകുന്നതല്ലേ, ലേശം പച്ചക്കറി കൂടെ വാങ്ങിക്കളയാ. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിന്റെ പാതി വിലയുള്ളൂ പച്ചക്കറിക്ക് ഇവിടെ. എന്നാലും ഒരാട്ടിൻ തലയും പച്ചക്കറി വാങ്ങാൻ വേണ്ടിട്ട് താൻ ഈ 14 കിലോമീറ്ററിന്റെ ബസ് കൂലി കളയോ? ഇപ്പൊ വിശ്വാസമായല്ലോ. എന്നാ വാ, ഇറങ്ങിക്കോ. വണ്ടി വർഷാപ്പില്ല. താൻ വണ്ടി എടുക്കണ്ട എന്റെ ഇഷ്ട. ജോസേ, ഞാനിപ്പോ വരാട്ടോ. സാർ. ഇതാ 20, 22, 23. ഇത് പറഞ്ഞത്ര ഇല്ലല്ലോ. അത്ര മതി എന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാ അത് തന്നെ. ഇത് 100 രൂപ കുറവാണ്. എണ്ണി തന്നെ ഞാൻ തന്നെ. കുറവ് നിങ്ങൾ പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞ കാശ് ഞാൻ തന്നല്ലോ. അത് കൊള്ളാം. നിങ്ങളപ്പോ വില തീരുമാനിക്കണം. ഇക്കാര്യത്തിൽ ഇപ്പൊ ഞാനാ തീരുമാനിക്കണേ. ഇതോടെ വെച്ചോ. അല്ല, ഇത് അത് മതിന്നേ. ശവത്തിന്റെ തലയ്ക്കൊരു വില പേശല്. അത് തന്നെ ഞാനും പറഞ്ഞ. അത് തന്നെ ഞാനും പറയണേ. ആവൂ, എന്താ ഒരു ഉഷ്ണം. ചൂട് തുടങ്ങണേ ഉള്ളൂന്നാ പറയണേ. ശരിക്കും ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മുടെ മുറിയൊക്കെ നെരിപ്പോടാ. സമ്മതിക്കണം, സമ്മതിക്കണം ചങ്ങായി. നമുക്ക് ഒരു നാരങ്ങ വെള്ളം കാച്ചിയാലോ? ഉപ്പിട്ട ഒരു നാരങ്ങ വെള്ളം ഈ ചൂടത്തേക്ക് ബെസ്റ്റ് അല്ലേ? ബെസ്റ്റൊക്കെ തന്നെയാ. പക്ഷെ ഉറുപ്പിയ 2 മാറും. പോട്ടെന്നേ, കുറച്ചൊക്കെ സൂചിച്ചില്ലെങ്കിൽ പിന്നെ ഈ സമ്പാദിക്കണേൽ എന്താ അർത്ഥം അല്ലേ? ഉപ്പിനിയും വേണ? ഉപ്പോ? ഉപ്പാകുമ്പോ ചെലവില്ലല്ലോ അല്ലേ? ഐസില്ലേ? ഐസില്ല. ഐസില്ലാണ്ട് പിന്നെ എന്നിട്ട് അറിയാലോ. ഐസില്ല. ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യം നേരത്തെ പറയാറുന്നില്ലേ? ഓഹോ, നേരത്തെ ചോദിച്ചല്ലോ. ചോദിക്കണായിരിക്കും. വേണ്ടി വരും. അപ്പൊ താൻ എന്ത് കണക്കാക്കിട്ട് എഴുതി തൂക്കിയിട്ടിരിക്കണേ? കൂൾ ഡ്രിങ്ക്സ് പറഞ്ഞാൽ എന്താ അർത്ഥം? തണുത്ത വെള്ളം അറിയാം നിനക്ക് കന്നാലി. ഇനിയിപ്പോ ആദ്യം തൊട്ട് സ്കൂളിലാ പോയി പഠിച്ചു വരാം. എന്താ 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 വേണ്ട ജേഷ്ണ, താനൊന്നും മിണ്ടായിരിക്കണോ? കഷ്ടപ്പെട്ടുണ്ടാക്കണ കാശെടുത്ത് കൊടുക്കണം പോരാ, പിന്നെ ഇവന്റെയൊക്കെ വായിന്ന് വീണം കേൾക്കണോ? വേണമെങ്കിൽ കുടിച്ചാ മതി, വേണ്ടെങ്കിൽ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ. കാശ് തന്നാലും വിരോധമില്ല. എന്റെ ഒന്നും സൗജന്യം എനിക്ക് വേണ്ടടാ. ഈ നാരയുടെ നാരങ്ങാളം നമുക്ക് വേണ്ട. നീ ഞാൻ കുടിച്ചോ? ഐസുള്ള നാരങ്ങാളം കുടിക്കാൻ കിട്ടുമെന്ന് നോക്കണമല്ലോ. വാടാ. എങ്ങട്ടാ ഇത്? നിങ്ങൾ വരുന്ന ഞാനല്ലേ വിളിക്കണേ. വിട്ടോ. നീയാ വന്നേ? ഓട്ടോ നിക്കട്ടെ, നമുക്ക് പെട്ടെന്ന് ഓരോ ഫ്രഷ് ലൈം അടിച്ചിട്ട് ഇറങ്ങാം. പോരാട്ടോ. വാ. അതെ, കയ്യെന്ന് വിടറാ. വാ. ഹലോ. ആരുമില്ല. ഭാഗ്യായി, അറിയണവരാരുമില്ല. നമ്മുടെ സ്ഥലക്കാര് ചില ചെക്കന്മാരെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് കയറാറുണ്ടേ. ചിലതിനൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. അവരാരും കണ്ടാലിപ്പോ എന്താ? കണ്ടാ തീർന്നില്ലേ? പോയില്ലേ മാനം? എങ്ങനെയായി മാനം പോണേ? താനും എന്തൊക്കെ വർത്താനേ പറയണേ? ഓരോ ഫ്രഷ് ലൈം കുടിച്ചാൽ മാനം പോവോ? അതെ, ഐസ് ഉണ്ടോ? എന്തിനാണാവോ മണ്ട തണുപ്പിക്കാന്? ഐസ് ഉണ്ടോ? ഉണ്ടല്ലോ. 2 ഫ്രഷ് ലൈം ഐസ് ഇട്ട്, സോഡ ഒഴിക്കാതെ 2, പഞ്ചസാര ഇരുന്ന ഉപ്പ്. അതെ, ഓരോ നാരങ്ങ വീതം പിഴിഞ്ഞോളൂ.
നമുക്ക് ഒന്ന് സുഖിക്കണ്ടടോ. സുഖിക്കാന്ന് പറഞ്ഞാ ഇങ്ങനെ സുഖിക്ക? അത് താൻ പറഞ്ഞ നേരാടോ. സുഖിക്കാന്ന് പറഞ്ഞാ പിന്നെ അങ്ങ് സുഖാവണം അല്ലേ? നമുക്ക് ഒരു ബീറ കാച്ചിയാലോ? ഈ ഉഷ്ടത്ത് നേര് പറഞ്ഞാൽ കഴിക്കേണ്ടത് ഒരു ബീറ. അത് നേരെ തന്നെ. പക്ഷേ ഇപ്പോ ഇവിടെ അല്ല ഡേവിഡേട്ടാ, കിങ് ഫിഷർ ഉണ്ടാ ചിൽഡ്? ഉണ്ടല്ലോ. 2 ബിയർ. ഞാനിതെന്താ അംഗമെന്ന് നോക്കി നിൽക്കായിരുന്നു. തുടങ്ങിക്കാട്ടെ. യെസ്. അല്ല ജയേഷ, അപ്പോ താൻ കഴിക്കുമല്ലേ? ഏയ്, വല്ലപ്പോഴും ഇതുപോലെ. താൻ പിന്നെ ലാൻഡ് ചെയ്തോ? ഇതാ ഇത് നമ്മുടെ ജേക്കബ്. ഹലോ. ഇത് നമ്മുടെ ഉണ്ണിമാഷ്. ഇത് നമ്മുടെ ബാബു. ഇത് ഈനാശോ. 5-6 ബിയറിങ് എടുക്കടോ ശബി. നോക്കിക്കാണ്ട് നീ കഴിക്കേ. കഴിക്കടാ. കുറഞ്ഞിട്ടാ. എന്തൊക്കെയുണ്ട്? എന്താവാൻ, ഞാൻ മൂപ്പരുടെ ഈ പുതിയ കളിയുടെ തുടക്കം നോക്കിക്കൊണ്ടിരിക്കായിരുന്നേ. ഇനി വന്നേ. എന്തൊക്കെയുണ്ട് വിശേഷം? അതില് പിന്നെ ആട്ടിന്റെ തലയുണ്ട്. അവരിപ്പോ കാണിച്ചത് വാങ്ങിയത് കാര്യം കഴിയാൻ പറ്റാത്ത. ഇത് ബാബു. ഇവന്റെ 3 ബസ്സുകള് നമ്മുടെ ആ റൂട്ടിൽ ഓടുന്നുണ്ട്. ദേവമാതാ. അതിന്റെ ഓണറാകൻ. മൊത്തം 17 വണ്ടിയുണ്ട് ചങ്കുന്റെ ഫാമിലി വകയായിട്ട്. ബാബു, ഇത് ഋഷി. ഇവിടെ ഇലക്ട്രിക്കൽ ബിസിനസ്സാ. ഇലക്ട്രിക്കൽ ബിസിനസ്സോ? അതെന്തോട്ട് ബിസിനസ്സാ? എവിടെ? ഇവിടെ അങ്ങാടിയില് ദേവി ഇലക്ട്രിക്കൽസ്. ദേവി ഇലക്ട്രിക്കൽസോ? ദേവിക്ക് ഇലക്ട്രിസിറ്റിയോ? അതെ, നമ്മടെ കുട്ടിയാ. നമ്മടെ വീട്ടിന്റെ അടുത്തുള്ള. നീയ വിട്ടേ അവനെ. വിട്ടു. എങ്കിയപ്പ എന്നതിനുള്ള നേരങ്ങളെ അവനെ അങ്ങോട്ട് പൂശ. കഴിഞ്ഞ നാളെ താനെങ്ങനെയാ മുങ്ങിയേ? അത് പറഞ്ഞ അത് തന്നെ എന്റെ ഒരു കഥ. She's a rich girl, she don't try to hide it. Diamonds on the sole of her shoe. He's a poor boy, empty as a pocket, empty as a pocket with nothing to lose. Sing ta-na-na, ta-na-na, she got diamonds on the sole of her shoe. Ta-na-na, ta-na-na, she got diamonds on the sole of her shoe. Diamonds on the sole of her shoe. Diamonds on the sole of the shoe. Diamonds on the sole of the shoe. Diamonds on the sole of the shoe. ജേഷ, ജേഷ, നമ്മള് ആ നാരങ്ങ
കുടിച്ചിട്ടില്ല. അതിന് ബില്ല് പേ ചെയ്യാൻ പാടില്ല. പറ്റില്ല. ഇരിയടോ ഇവിടെ. കുടിച്ചിട്ടില്ല. അപ്പൊ തങ്ങളെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയാണ്? പറഞ്ഞ പോലെ എനിക്ക് നമുക്ക് ഇന്നിവന്റെ ആ ഒരു കെട്ടിമാറാപ്പങ്ങ അവസാനിപ്പിച്ചു കൊടുത്തൂടെ? പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ അതിനായിട്ട് പോവായി. എത്തിച്ചാ മതി. പോരാം. നമ്മുടെ കയ്യില് ഒരോട്ടം ഉണ്ടായിരുന്നേ. എവിടെട്ടാ വരാട്ടാ. ഓക്കെ. മറ്റേതിന്റെ കൊട്ടല വിളി പോവേ. എന്തായാലും തൊയിരം തരില്ലല്ലോ ഷാബി. എന്തൊട്ട് വാള ചങ്ങായി ഇത്. മതിന്നേ മതി. നാരങ്ങാവെള്ളം നമ്മളാ നാരങ്ങാളത്തിന്റെ കാശ് കൊടുത്തില്ല. നീ നിർത്തി പട്ടിച്ച് അതെ. ആ കൗണ്ടറിരിക്കണ ചെക്കൻ നമ്മുടെ നാട്ടുകാരനാണോന്ന് എനിക്ക് സംശയമുണ്ട്. എന്തൊട്ട് ഹോട്ടലട എന്നാലേ ഈ ഫ്ലോറ് മുഴുവൻ ഇപ്പൊ നമ്മളെ അറിയോ. എല്ലാ മുറിയും മൊത്തമായിട്ട് പിടിച്ചേക്ക. ഇപ്പൊ പ്രശ്നം ഉണ്ടായാലും ഈ ഹോട്ടലാ ഞാൻ വിലക്ക് വാങ്ങിക്കും. കാണണോ? കാണണൊക്കെ നീ വാടാ. നീ മിണ്ടാ വാടാ. ഇത് പിടിച്ചേ. സംഗതിയുണ്ട്. നീ ഒരു മോഹം പറഞ്ഞിരുന്നില്ലേ? ഏതാ നീ? അറിയില്ലേ റേസിയ ജോസ്? നമ്മടെ നാട്ടുകാരി കുട്ടി തന്നെ. എന്താ അയലോക്കക്കാരനായിട്ട് പരിചയമില്ലെന്ന് പറയാൻ തുടങ്ങിയ? അതെ, പരിചയമുണ്ട്. അതെ, നിങ്ങൾ തമ്മില് ശത്രുക്കളൊന്നുമില്ലല്ലോ. യു വിൽ ബി ഹാപ്പി. ആ